പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ. സൂപ്പർ, അടിപൊളി. തൈ പൊങ്കൽ, പൊങ്കൽ, പാല് പൊങ്കൽ. അപ്പൊ നിങ്ങളെ നോക്കിങ്ങോട്ട്. അപ്പൊ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്ന് നോക്കിയാൽ HDB ബാങ്ക് വരെ പോയിട്ട് വരാം. വേറെ ഒന്നുമില്ല, വൈഫിനെ വിളിക്കാൻ പോകണം. കറക്റ്റ് 6 മണിക്ക് ജോലി കഴിയും. മണി 5:30 സമയം. മറന്ന് പറയാനില്ലോ, അത് പറയാനില്ലോ. ഇന്നിപ്പോ നാളെ പൊങ്കലാണ്, തമിഴ്നാട് പൊങ്കൽ, തൈ പൊങ്കൽ. പൊങ്കൽ പൊങ്കൽ, മാട്ട് പൊങ്കൽ, തൈ പൊങ്കൽ അടി, ഇങ്ങനത്തെ പാട്ടുണ്ടല്ലോ, പഴയ കമലാസന പാട്ടാണ്. അപ്പൊ ആ തൈ പൊങ്കലാണ് നാളെ. അപ്പൊ വീട്ടിൽ പൊങ്കലാണ് പോവുകയാണ്. പ്രാവശ്യം എങ്ങനെ പൊങ്കൽ ഇടുന്നത്? പുറത്താണോ അകത്താണോ? അകത്തായിരിക്കും വിൽക്കാറ്. ഡ്രസ് വാങ്ങിച്ചെന്നല്ലോ, പുതിയ ഡ്രസ് ഇരിക്കണത്. അപ്പൊ സമയം കൊണ്ടിരിക്കാൻ നമ്മൾ നേരെ ആദ്യം വൈഫിനെ വിളിക്കാൻ പോകണം. വിളിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോണ്. കുറെ സാധനം വാങ്ങാനുണ്ട്. ഫ്രൂട്ട്സ് വാങ്ങണം, വെജിറ്റബിൾസ് വാങ്ങണം, പിന്നെ പൂ വാങ്ങണം അല്ലേ, പിന്നെ കരിമ്പ് വാങ്ങാനുണ്ട്, പൂക്കൾ വാങ്ങാനുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. എല്ലാം കാണിക്കാം ബ്ലോഗിനകത്ത്. പായസം വാങ്ങണ്ട? പായസം ആരും വാങ്ങിയോ? പായസം വയ്ക്കണം വീട്ടില്. ബോൾ പോലെ, പാൽ പായസത്തിന്റെ ബോളല്ലേ? വാങ്ങിക്കാം. ശരി, പോയിട്ട് സമയം ഒന്ന് ബാക്കി പറയാം. അവന് സൂപ്പർ ബ്ലോഗിയാണ്, അല്ല ആക്റ്റീവ് ആയിരിക്കണം കേട്ടല്ലോ. അപ്പൊ നിങ്ങളൊക്കെ എല്ലാം. അപ്പൊ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, ഇതിലാണ് നമ്മൾ സാധനം വാങ്ങേണ്ടത്. മലക്കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ തൂക്കിയിട്ടാൽ കുഴപ്പമുണ്ടോ? പറന്ന് പോവില്ലല്ലോ ചിലപ്പം. അയ്യോ, വേണ്ട. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ടയറിൽ കൊണ്ട് അതുകൊണ്ട് നമുക്ക് സൈഡിൽ ഇവിടെ തൂക്കിയിടാം. ഇവിടെ എവിടെയെങ്കിലും ഏടാ അല്ലേ? ഇത് മതി, ഏട്ടാ മതി, കുഴപ്പമില്ലല്ലോ. ഇതിട്ടാൽ ഇങ്ങനെ ശരിയാവില്ല. എവിടെ കൊണ്ട് വയ്ക്കാം? മടി വയ്ക്കട്ടാ, അത് ശരിയാവുള്ളൂ. പറ്റും, ഒറ്റ ഐഡിയ ഉണ്ട്. ഇത് കുഴപ്പമില്ല. അപ്പം ഓക്കെ, പോരട്ടാ. ഇന്ന് ജോലി നടക്കൂല, അവസാനം പറ്റും. അപ്പോൾ ഇന്ന് സൊമാറ്റോ ജോലിക്ക് പോകണില്ല. ഇന്ന് ഇത്ര സാധനം വാങ്ങാറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വരുമ്പോൾ 7 മണിയാവും. പോരട്ടാ. അപ്പോൾ പേഴ്സ്, ഫോൺ, 2 ബിഗ് ഷോപ്പർ, പൈസ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കറക്റ്റ് 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഏണിക്കലാണ് പോകേണ്ടത്. HDB ഫിനാൻസ് ബാങ്ക്. ഉന്നൈ പാർത്ത പിൻപ് നമ്മളെ തല അജിത് കുമാറിൻ്റെ പാട്ടാണത്. പുള്ളിക്കാരൻ കാർ റേസിങ്ങിലൊക്കെ പോയി വലിയ ആളായപ്പം ഈ റോഡ് ഇനി എന്ന് ശരിയാക്കാൻ പോകണമെന്നോ. നമ്മളങ്ങനെ എപ്പോഴും പോലെ പൂജപ്പുര മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ മെയിൻ കാരണം ഇവിടെ കോലുത്സവമാണ്, ചെങ്ങളൂർ മഹാദേവ ക്ഷേത്രം. വൈകിട്ടാകുമ്പോൾ ആൾക്കാർ കുറേ വരും. ഫുൾ ബ്ലോക്ക് ആവും, അത് വേറെ വിഷയം. ധനുമാസ തിരുവാതിര മഹോത്സവം 2025. സാധാരണ ദിവസം 5:30 വിളിക്കാൻ പോകുന്നത്. ഇന്നും ലേറ്റായിപ്പോൾ 5:45 പോയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 6 അടുത്തുമായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ തിരുവല്ലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കറക്റ്റ് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഇടപ്പഴിഞ്ഞ് പോയിട്ടാണ് നേരെ ശാസ്ത്രമംഗലം, അവിടെ നേരെ പേരൂർക്കട, പിന്നെ അണിക്കര. ഇതാണ് റൂട്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. 2 സൈഡ് വണ്ടി നോക്കി. ഓക്കെ, ഇവിടുന്ന് വണ്ടി വരല്ല, സേഫാണ്. വെൽക്കം ടു പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. സ്പീഡ് ലിമിറ്റ് കുറച്ചോ? സൂപ്പർ അല്ലേ? ആരും എങ്ങനെ നടക്കണ്ട, അത് വൃത്തിയുണ്ടാ. മിലിറ്ററി ഏരിയ അല്ലേ? ഒരൊറ്റ ചവറ് പോലും വേണ്ട. ഊട്ടി കൊടക്കാൽ പോയ പോലെ കിട്ടും. നമുക്ക് എന്ത് രസം കാണാം അല്ലേ? നമുക്ക് നല്ല പച്ചപ്പൂ. ഓക്കെ, നമ്മൾ ഇടപ്പഴി എത്തിയിട്ടുണ്ട്. ഇവിടെയും ഉത്സവം അല്ലേ? ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പാങ്ങോട് മകരവിളക്ക് മഹോത്സവം. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഒരേ ശബരിമല വൈബ് തന്നെ. എന്തായാലും ഈ വർഷം ശബരിമല വ്ളോഗുണ്ട്. അത് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷു അടുപ്പിച്ച് പോകും. കാറിലാണ് പോകുന്നത്, ഞങ്ങൾ ഫാമിലി ആയിട്ട്. ഞാനും മാമയും ചേട്ടൻ കാണും, പിന്നെ പിള്ളേരും കാണും. സിഗ്നലിൽ വീണാ വെയിറ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ പൊങ്കൽ നമ്മുടെ തമിഴ്നാടാണ്, അടിപൊളിയായിരിക്കും. ഇവിടെ കേരളത്തിൽ ആൾക്കാരിടും പൊങ്കൽ, കുറച്ച് ആൾക്കാരൊക്കെ, തമിഴ് ആൾക്കാരൊക്കെ. ഇത് മെയിനായിട്ട് തമിഴ്നാട് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് അവിടെ പോയാലാണ് ഫുൾ വൈബ് കിട്ടണത്. എന്നാലും കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം അല്ലേ? ഉള്ള വൈബിൽ സെറ്റാക്കാം. മകരപ്പൊങ്കൽ ഇവിടെ പറയും, തമിഴ്നാട്ടിൽ തൈപ്പൊങ്കൽ എന്ന് പറയും. ഇതാ ഫോൺ വിളിക്കണം, വാണിയാണ് തോന്നുന്നു കേട്ടാ. വണ്ടി ഒതുക്കിയിട്ട് ഫോൺ എടുത്തല്ലോ. വെയിറ്റ്. എത്താറായി, എത്തി അടുത്തെത്താറായി, കുറച്ചുകൂടെ ഉള്ളൂ. ഇറങ്ങിക്കോ. ശരി, ഇതൊക്കെ എത്തുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 6:15. പക്ഷെ മണി ഇപ്പോൾ 6:15. ഇനി അവിടെ ഇപ്പോൾ ഒരു 6:17 അത്ര തന്നെ. 2 മിനിറ്റ് കൂടുതലാവും. ഒന്നും പറഞ്ഞ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അടിക്കാനൊന്നുമില്ല, ഉള്ളൂ അത്ര തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. വ്ളോഗ് ഉണ്ടെന്ന് പോന്നാ. ഹായ് പറ, ക്യാമറ നോക്കി. എന്നാലും നമ്മളെ കമ്പനി റിസൈൻ ചെയ്തിട്ട് അല്ലേ ഇവിടെ കയറിയിരിക്കണം HDB ഫിനാൻസിൽ. ഇവിടെ നീ എംപ്ലോയി ആണ്, നമ്മളെ കമ്പനിയിൽ പാർട്ട്ണറാണ്. എല്ലാ കാര്യമുണ്ടാ?
അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ കിള്ളിപ്പാലാണ്. ഇവിടെ കറക്റ്റ് 10 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 6:30 ആവാറായി. പെട്രോൾ അടിച്ചിട്ട് പോയാലോ? തിരക്കുണ്ടാ? തിരക്ക് ഉള്ളതായിട്ട് തോന്നണം. 200 രൂപയ്ക്കേ? 200. രാവിലെ പെട്രോൾ അടിക്കാൻ ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് 6 മണി വരെ പമ്പ് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പെട്രോൾ അടിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പെട്രോൾ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ലോങ് ഓട്ടം പോകാൻ പെട്രോൾ ഇല്ല കയ്യിൽ. രാവിലെ അടച്ചു വിട്ടേ കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് അടച്ചിട്ടുണ്ട്. മൊത്തം 3000 ആയി. 3000 അല്ല, 2800 സംതിങ് ആയി. പിന്നെ വാണി ജോലിക്ക് പോകേണ്ട വിഷയമില്ല. പിന്നെ ഞാൻ സൊമാറ്റോയിൽ യൂട്യൂബായിട്ട് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഒരുമാതിരി കഴിഞ്ഞ് പോകണം. അത് വലിയ കാര്യമില്ലേ? മെയിനായിട്ട് ആർക്കും അസുഖമില്ല ജീവിച്ചാൽ മതി. പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പൈസ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ അസുഖം അങ്ങനെയല്ല, വന്ന് പോയാൽ പെട്ടെന്ന് പോകാൻ പാടാണ്. വാണിക്ക് ഭയങ്കര വെള്ളം താവുന്നു. അതുകൊണ്ട് ബോഞ്ചി വെള്ളം വേണം. മതിയാ? ബോഞ്ചി വെള്ളം മതിയാ? ബോഞ്ചി വെള്ളം എന്തൊക്കെ ഉണ്ട് ഇവിടെ? എല്ലാ ഐറ്റം ഉണ്ടല്ലോ. വാട്ടർ മെലൺ, ഗ്രേപ്പ് ജ്യൂസ്, മുസാമ്പി, പൈനാപ്പിൾ, റോസ് മിൽക്ക്, പിസ്ത മിൽക്ക്, ബദാം മിൽക്ക്, എല്ലാ ഐറ്റം ഉണ്ട്. വാണിക്കൊരു വാട്ടർ മെലൺ ജ്യൂസേ. എനിക്കെന്തായാലും വേണ്ട. ഞാൻ ഇപ്പോൾ ചായ ഇവിടെ എല്ലാം കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വാട്ടർ മെലൺ ജ്യൂസേ ഒന്ന് കുടിച്ച് കാണിയില്ല എങ്കിലേ നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു സിപ്പ് കുടിച്ച് ഇനി ക്യാമറ ഓഫ് ചെയ്യും. കുഴപ്പമില്ല. അപ്പോൾ അതിനുണ്ട് സൂപ്പർ. അങ്ങനെ ജ്യൂസും കുടിച്ച് പപ്സും കഴിച്ച് ഒരു കേക്ക് പാർസൽ വാങ്ങിച്ച് വൈശോട്ടിക്ക് വേണ്ടിയിട്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലല്ല, ഇതെന്ത് ഫോറസ്റ്റ്? വെൽവെറ്റ് ഫോറസ്റ്റാ. വെൽവെറ്റ് അത്ര തന്നെ. പണ്ട് എല്ലാവരും വാങ്ങുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഇപ്പോൾ എല്ലാവരും ഈ കേക്കാണ് വാങ്ങണത്. കേട്ടോ, ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വിലയും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. വെജിറ്റബിൾ ഷോപ്പ്, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. ഇഷ്ടംപോലെ കരിമ്പുണ്ടല്ലോ. കരിമ്പ് വാങ്ങണ്ടേ? കരിമ്പ് വാങ്ങാം അല്ലേ? ആദ്യം മലക്കര വാങ്ങാം. ചെറുതില്ലേ? ഇഷ്ടമുള്ളതല്ലേ? ഓക്കെ, ആരെങ്കിലും ഉണ്ടല്ലോ. ആൾറെഡി കുറേ മലക്കറി വീട്ടിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ള മാർക്കറ്റ് ആയിട്ടാ. കോളിഫ്ലവർ ഇതൊക്കെ ഉണ്ടല്ലോ, കത്തിരിക്ക ഉണ്ട്. ആ, ക്യാബേജ് മാറി പറഞ്ഞാൽ മതി. ഒരു കയ്യബദ്ധം നാറ്റുക. അത് കൊള്ളാം. ഓക്കെ, ഇത് കുഴപ്പമില്ല. സവോളയാണ്. വെളുത്തുള്ളി വില കണ്ട? 1 കിലോ 350 രൂപ. അമ്മോ, തേങ്ങ അത് കൊള്ളാം. കുലുങ്ങണേത്? ആ, കുലുങ്ങണ്. വെള്ളം നിറച്ച് ചെയ്യണം. മധുരക്കിഴങ്ങാ? അതിന് വയ്ക്കാനാ. മലയാളത്തിൽ മധുരക്കിഴങ്ങ്, തമിഴിൽ ചീനിക്കിഴങ്ങ്. അത് മതി. അത് കുഴപ്പമില്ല. എത്ര? 600 ആയോ? അന്നത്തെ വില 630. இது என்ன கேமரா, என்ன பர்பஸ்? இது யூடியூபர். நாளை பொங்கல் இல்லை, அதனால வீடியோ இன்னைக்கு எல்லாம் வாங்குறது எல்லாம் ஷூட் பண்ணி கடையில் வந்துருக்கல. ஓகே, ഹാപ്പി പൊങ്കൽ. ഓക്കെ, അപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കരിമ്പ് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം കൂടെ മൊത്തം 639 ആയിട്ടുണ്ട്. 9 വരെ കുറച്ച് 630 ആക്കി. എന്താ തിരക്കാണല്ലോ മഞ്ഞൾ വാങ്ങിയാൽ. ഓക്കെ, ഒരു മീഡിയം കരിമ്പേ, ഒരു മീഡിയം കരിമ്പ്. ആ, മതിയാ? ഒടിച്ചിടാൻ പറ്റും? ഒടിച്ച് ഇത് 3 പീസായിട്ട്. എത്ര? 2 പീസാണ്. 2 പീസല്ലേ? കൊണ്ടു പോകാൻ വേണ്ടി ബൈക്കിൽ 90. ഓക്കെ, അപ്പോൾ പർച്ചേസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ആൻഡ് കരിമ്പ്, മഞ്ഞൾ പിടിച്ചോണ്ട് വയ്ക്കോ? കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ പിടിച്ചാൽ മതി, പൊക്കി പിടിച്ചാൽ മതി. സഞ്ചി നടുക്ക് വയ്ക്കണം. സഞ്ചി നടുക്ക് വെച്ചിട്ട് ഇത് കൈ പിടിച്ചേക്കണം. അത്ര തന്നെ. അന്നത്തെ അന്ന് നമ്മളിരുന്നില്ലേ അതേപോലെ. വേറെന്താ വേണം? പൂവും പഴം. ശരി, പോകുമ്പോൾ വാങ്ങിക്കണ്ടേ? இந்த ஊரில் எப்பவுமே கெட்டதே நடக்காதுடா, இங்க எறும்பு கூட யாரையுமே കടിക്കാതുടാ. ഇതുപോലെ പാട്ടുണ്ട് കരിമ്പ് പിടിച്ചോണ്ട്. സൂര്യ പാടുന്ന പാട്ട്. ഏത് പാട്ട്? വേൽ പടത്തിലല്ലേ? ഫസ്റ്റ് സീനാണ്. ഫസ്റ്റ് സീനിൽ ഫാടിയും പിടിയുമാണ്. രണ്ടാമത് പറയുന്നത് ഊരിലെ കെട്ട നടക്കാം പാട്ടിൽ. ഇതൊരു തള്ളു കണ്ടാ? இங்க எறும்பு கூட யாரையுமே கடிக்காதுடா. ഞാൻ കയറി പൊക്കോട്ടെ പയ്യെ, ബാക്ക് എടുത്ത്. ആരെങ്കിലും ബാക്കി ഉണ്ടല്ലോ? ഇതൊരു തിരക്കത് എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല. മകരപ്പൊങ്കലല്ലേ, ആ തിരക്കാണ് എന്തായാലും. അപ്പോൾ പോകാലോ, വേറെ വിഷയങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ കരിമ്പ് വാങ്ങിച്ച്, മഞ്ഞൾ വാങ്ങിച്ച്, വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങേണ്ടത് പൂ വാങ്ങണം, പഴം വാങ്ങണം. അത്ര തന്നെ. ഹായ്, ഇതാര്? ടാറ്റ പറയണ? ടാറ്റ. ഇവിടെ നിന്നല്ലേ പൂ വാങ്ങണതല്ലേ? അപ്പം സ്ഥിരമായിട്ട് 50 രൂപയ്ക്കല്ലേ പൂ വേണ്ടത്? വിളക്കിനുള്ള പൂ 50 രൂപയ്ക്ക്. വിളക്കിനുള്ള പൂ 50 രൂപയ്ക്ക്. ആ, വണ്ടി വെക്കാം.
ഇല വേണോ? ഏതല്ല? ഇല ഉണ്ടോ? ഇല വാഴയിലുണ്ടാ? വാഴയിലുണ്ടാ? അവിടെയാണ് ആ പൂ. അങ്ങോട്ട് പോകണ്ടേ ഇനി? അല്ല ഈ പോണ വഴിക്ക് വല്ലതും കാണോ? നേരെ വീട്ടിൽ പോകാം. മതിയല്ലോ. ശരി, നോക്കാം അങ്ങോട്ട് പോകുമ്പോൾ. തുള്ളിക്കെട്ട് പൊങ്കൽ വെച്ച ജല്ലിക്കെട്ട് പൊങ്കലട പൊങ്കൽ. പതുക്കെ പോകാം. ബാക്കിൽ കരിമ്പ് ഇരിക്കണ്, കയ്യിൽ സാധനം ഇരിക്കണ്, വാണിക്കാനിരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് പതുക്കെ പോകാൻ പറയാണ്. പതുക്കെ തന്നെ പോവാം. വാഴയില മാത്രം ബാക്കിയുണ്ട്. ഇവിടെ കിട്ടോ? ഇതുണ്ടോ? വാഴയിലുണ്ടാ? പിടിച്ചോ, കുഴപ്പമില്ല. പോയിട്ടോ. കരിമ്പ് കൈ കെട്ടിപ്പോഴാണ് ഒരു പൊങ്കൽ വൈബ് പോകുന്നത് അല്ലേ? 50 അല്ലേ? ഓക്കെ. ചില്ലറ ഉണ്ടോ? 100. ഓക്കെ, അറിയാ പോലോ. പാട്ടൊക്കെ ഇട്ടേക്കാണ്. കോപ്പറേറ്റ് വരോ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോപ്പറേറ്റ് പ്രശ്നം വരും. പെട്ടെന്ന് പോകാം. ചെണ്ടമേള നേരെ പോടാണേ. വന്ന വഴി പോവാം. എനിക്ക് പാടിയില്ലേ കാറ്റെന്ന് പറയുമ്പോൾ. അണ്ണാ ഒന്ന് വണ്ടി എടുത്ത് പൊക്കിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ചെണ്ടമേളം, നല്ല ചെണ്ടമേളം. കൂടെ ചേർന്ന് പാടിയ കോപ്പറേറ്റ് അടിക്കില്ല, അറിയാമോ? അതുകൊണ്ട് ഇതുപോലത്തെ പാട്ടിടുമ്പോൾ കൂടെ ചേർന്ന് പാടിക്കണം. ആ പാട്ടിനെ പാടില്ലാതായിക്കോണം. അയ്യോ, അവിടെ അംബാസഡർ കാറാണ്. ഇതൊക്കെ പഴയ വിൻറ്റേജ് കാറാണ്. ഒരു സംബാസകാല ട്രിപ്പ് പോകണം എല്ലാം ചേർന്ന് ഫ്രണ്ട്സായിട്ട്. ഓക്കെ, നാമ വീട്ടുക്ക് വന്നാച്ച്. എറുമ്പ് കൂട യാറയുമേ കടിക്കാതിട. ഓക്കെ, ഇതാണ് വൈഷ്ണു സർപ്രൈസ്. എന്തെന്ന് പറ. വൈഷ്ണുവിന് മാത്രം ഒരു കേക്ക്. അമ്മയ്ക്കാണോ? ഒരു കേക്കിന്റെ വില എത്ര അറിയാമോ? ഒരു കേക്കിന്റെ വില 40 രൂപ. അടുത്ത മാസം വൈഷ്ണു പറഞ്ഞാള്. ആ സമയത്ത് വൈഷ്ണുട്ടി ഫുൾ കേക്ക് വാങ്ങാം. പക്ഷെ അപ്പയ്ക്ക് ഒരു ചെറിയ ടേസ്റ്റ് ചെയ്യാൻ തരോ? സൂപ്പർ ടേസ്റ്റ്. എങ്ങനുണ്ട് ടേസ്റ്റ്? എങ്ങോട്ട് പറ. അല്ലേ അമ്മച്ചി? അപ്പൊ നമ്മൾ കോലിടാൻ പോവുകയാണ്. നീ കോലിടോ? നാളെ പൊങ്കലല്ലേ? രംഗോലി ഇടാമോ? രംഗോലി 8 പുള്ളി കോല. ഒന്നും അറിഞ്ഞൂടാ, ചുമ്മാ എല്ലാം അറിയാമെന്ന് പറയും. ചുമ്മാ വരച്ചാൽ മതി തോന്നിയ ദിവസം പോലെ. അവിടെ വരയ്ക്കില്ലേ ബുക്കില്? ശരി, എന്തെങ്കിലും വരച്ച് തോല കാണട്ടെ. കോലം അലങ്കോലാക്കാതിരുന്നാ മതി കേട്ടാ. ലവ് യു വരാം. സൂപ്പറായി. ലവ് വരയ്ക്കും വൈശുട്ടി. അപ്പൊ കോലിടാൻ പോകുന്നത് അമ്മയാണ്. തൂത്താമ്മ. ഓക്കെ. അമ്പേരെ അമ്മ. അമ്മേരെ മോളാണ്. ഭയങ്കര വായാണല്ലോ. എന്ത് പറ്റി എനിക്ക് പ്രശ്നം എന്ത്? അപ്പോൾ ഗാറ്റിൻ്റെ വെളിയിലും കോലിടാനുണ്ട്, ഇവിടെയും കോലിടാനുണ്ട്. പറയും പറിച്ചാൽ മതി. അപ്പോൾ ഇതാണ് കോലപ്പൊടി. ഇതാ കിടക്കാണ്. ഭസ്മോ? കോലപ്പൊടി. സോപ്പൊടി പോലെ സർഫെക്സൽ. ഇപ്പോൾ നെറ്റി പൂശിക്കോ? അവിടെ കളഞ്ഞള. അയ്യോ, ഇവിടെ കൊടുത്ത് ശരിയാവൂല. പൈസ കൊടുത്ത് വാങ്ങിച്ചത്. വീട്ടിലല്ല, കടയിൽ. എന്തോന്ന് പറയണം? എന്തെങ്കിലുമൊക്കെ പറയാതാ. കടയിലെ പേര് ദാമോദരൻ ഷോപ്പ്. ദാമോദരൻ കട. എന്തിനാ മഞ്ഞളാ? ഓക്കെ. മഞ്ഞൾപ്പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. ഈ വെള്ളം എടുത്ത് തുളിക്കാൻ പോവുകയാണ് അല്ലേ? തളിക്കാനാ? കുളിക്കാൻ പോണ്. നീ കുളിക്കാൻ പോണ്. ചുമ്മാ അവിടെ എന്തെങ്കിലും പറയാതാ. മഞ്ഞൾപ്പൊടി എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആ വെള്ളം എടുത്ത് അവിടെ തെളിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അത് വീട്ടിനകത്ത് ഒറ്റ കൃമിനകത്ത് വരില്ല. നമുക്ക് നല്ലപോലെ ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് പഴയ ആൾക്കാരൊക്കെ. നമ്മളെല്ലാം മറന്ന്. മഞ്ഞൾ മുഖത്ത് തേക്കാൻ പാടില്ല. പണ്ടുള്ള ആൾക്കാർ മുഖത്ത് തേക്കാൻ പാടില്ല. കാരണം മഞ്ഞൾ എന്ന് പറഞ്ഞ സാധനം ഒരുപാട് വെയിൽ അബ്സോർബ് ചെയ്യും. അപ്പൊ മുഖത്ത് ഒരുപാട് യു വി റൈസ് സ്കിന്നെ ബാധിച്ച പ്രശ്നമാണ്. അതുകൊണ്ട് മഞ്ഞൾ മുഖത്ത് പൂശാൻ പാടില്ല. സ്റ്റാറിന് മകളിൽ ഉണ്ടാ. അത് പാത്രം.
പൊങ്കാല പാത്രം നോക്ക് അല്ല നോക്ക്. ആ അതാണ്ടാ പൊങ്കാലുള്ള പാനക്കത്തുള്ള ആ ഒരു പൊങ്കൽ എന്തോന്നത്, ആ പാനക്കത്തുള്ള പായസം പൊങ്ങി വരണണ്ട. എവിടെ കണ്ടോണ്ട്? യൂട്യൂബിൽ എപ്പോ കണ്ട്? എപ്പോ കണ്ട് പറ. ഏപ്രിൽ 13 14 വെല്ലടിക്കൽ ചുമ്മാ ആവശ്യമില്ലാതെ എന്ത് കാണിക്കണ്? വയസ്സ് കള്ളിപ്പോണ്ട് കാണിക്കാൻ ജോലിയാക്ക്. ഓക്കെ, അങ്ങനെ ഇവിടത്തെ കോല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൂപ്പർ അല്ലേ, അടിപൊളിയായി. 3 പാന, നടുക്ക് സ്റ്റാർ, പിന്നെ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടാ? കൂട്ടുകാരി കണ്ടെന്നാ? കൂട്ടുകാരനെ ഗൗതം നായർ കണ്ടെന്നാ? ഇഷ്ടപ്പെട്ടോ നമ്മളെ വീഡിയോ? ആണാ? സൂപ്പർ സൂപ്പർ. അടുത്ത കോലം വന്നിട്ട് ഗാറ്റിന്റെ വെളിയിലാണ്. ഇവിടെയാണ് സൂപ്പർ കോലം അല്ലേ? ഇത് രംഗോലി അല്ലേ? അത് പിന്നെ രംഗോലി നാട്ടുകോളി ഇത് എന്നെ മാറി കലക്കണോட பாக்குறவங்க மட்டும் தான் புரியும். உங்களுக்கு இருக்கிறது கலைக்கண்ணா, எங்க கொஞ்சம் காட்டுங்க. இல்லமா PPY ഹാപ്പി ലൈഫ് അടിച്ചുപോയി ആയിസാ വാന്നിട്ട് എല്ലാ പേജ് അല്ല അത്. ഹാപ്പി പൊങ്കൽ വൈ കറക്റ്റായി പൊങ്കൽ. ഓക്കെ സൂപ്പർ, കൊള്ളാം, നന്നായി. ഹാപ്പി പൊങ്കൽ 2025. ഹാപ്പി പൊങ്കൽ 2025. ഒരു അടിപൊളി കോലം കൂടെ ഉണ്ട്. അപ്പോൾ ഈ കോലം ഇട്ടതും ഹാപ്പി പൊങ്കൽ വരച്ചതെല്ലാം ഐശുട്ടിയാണ്, അമ്മയല്ല. ഓക്കെ, സന്തോഷമായ? നീലി വരച്ചതല്ല? നീ വരച്ചില്ലേ അപ്പം? അപ്പോൾ തളർന്നിട്ട് കോലമൊക്കെ ഇട്ട് സെറ്റായി. ഞാൻ കോലം ഇട്ട് കഷ്ടപ്പെട്ടു. ഞാൻ ക്യാമറ പിടിച്ച് തളർന്നു പോയി. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നാളത്തേക്കുള്ള കോലം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ പൊങ്കാല ഇടുക. എന്ത് പൊങ്കാല? ആറ്റുകാൽ പൊങ്കാല അല്ല അത്. എന്ത് പൊങ്കാല? മകരപ്പൊങ്കാല, തൈപ്പൊങ്കൽ. ഇത് വന്നിട്ട് സൂര്യ പൊങ്കൽ എന്ന് പറയും. സൂര്യന് വേണ്ടിയുള്ള പൊങ്കാലയാണ്. അതായത് തൈ പിറന്താൽ വഴി പിറക്കുന്ന പണ്ട് ആൾക്കാർ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസത്തൊട്ട് അങ്ങോട്ട് ഇനി ഭയങ്കര ഒരു എന്താ പറയാ ഗ്രോത്ത് ആയിരിക്കും. അപ്പൊ തൈ പിറന്താൽ വഴി പിറക്കുമെന്ന് പറഞ്ഞ് നാളെ പൊങ്കാല ഇടുക. അപ്പൊ നാളെ രാവിലെ കറക്റ്റ് 5 മണിക്ക് എഴുതിക്കണം. രാവിലെ എഴുതിക്കോ? എഴുതിച്ചാൽ നമുക്ക് പൊങ്കാലിടാം. നാളെ നമ്മൾ എല്ലാ വർഷവും പൊങ്കാല ഇടുന്നത് പുറത്താണ്, ഇപ്രാവശ്യം അകത്താക്കി. എന്ത് കാരണം അകത്താക്കാൻ? വയ്യല്ലേ? നിൽക്കല്ലേ? നീ ആ സ്കൂളിൽ പോണം. സ്കൂളുണ്ട് നിനക്ക്, പോയാൽ പറ്റൂ. നാളെ വാണിംഗ് ജോലിക്ക് പോണം. ഇവർക്ക് സ്കൂളിൽ പോകണ്ട. എനിക്ക് പിന്നെ യൂട്യൂബ് അല്ലേ, ഇനി എനിക്കൊരു സൊമാറ്റോ യൂട്യൂബ് ഇഷ്ടം പോലെ. ഒന്ന് പോണെങ്കിൽ പോണം, പോകണ്ടെങ്കിൽ പോണം. അത്ര തന്നെ. ശരി, ഓക്കെ. അപ്പൊ നാളെ പൊങ്കാലിടാം. ഓക്കെ. அருள்மிகு திருச்செந்தூர் முருகன் திருக்கோவில், எம்ஜிஆர் நகர், சென்னை. ராஜகோபுரத்தை கடந்து உள்ளே நுழைந்தால் சக்தி வேல் அமைந்த கொடி மரத்தை நாம் காணலாம். அதன் பின்னே அமைந்திருக்கும் சன்னதியில் இந்த திருக்கோவிலின் மூலவரான அருள் പൊങ്ങി വരുമ്പോ പറയണല്ലോ പൊങ്കലോ പൊങ്കലോ. ഈ പൊങ്കലിന്റെ കൂടെ സന്തോഷവും അല്ലേ, ആരോഗ്യവും, പിന്നെ കുറച്ച് ആവശ്യമുള്ള വെൽത്ത് എല്ലാം കൂടെ നല്ലപോലെ എല്ലാവർക്കും കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പൊങ്കലോ പൊങ്കൽ. പച്ചരി ചോറ് നല്ല ബന്ധത്തിന് ശർക്കര ഇടണം. പിന്നെ എന്താ കിട്ടുമ്മ? പിന്നെ അണ്ടിപ്പരപ്പ് നെയ്യണം. ഇതാണ് ശർക്കര പൊങ്കൽ. സിമ്പിൾ ആണ് അല്ലേ?
ഭയങ്കര സിമ്പിൾ ആയിരുന്നു. കോരിയിട് അറിയണോ? சக்கரை பொங்கலுக்கு நெய் தான் முக்கியம், கேஸ் எரிக்கல. என்ன பிரச்சனை உங்களுக்கு? ഏലക്ക இந்த பச்சை தான் நெய் நிறைய ஊற்ற ஊற்ற பாயസം அப்படி அல்வா போல இருக்கு. അപ്പൊ അടുത്ത പൊങ്കൽ നമ്മൾ തമിഴ്നാട്ടിൽ പോവുകയാണ്. അവിടെ പോയിട്ട് അടുത്ത വർഷം 2026 സത്യം പറഞ്ഞ ഈ വർഷം പോകേണ്ടതായിരുന്നു. പിന്നെ ഇവിടുത്തെ കാര്യം അറിയാലോ, കണ്ടല്ലോ എങ്ങനെയാണുള്ളത്. അവിടുത്തെ വൈബില് പൊങ്കലാണ് വേറെ ലെവലാണ്. ഇവിടെ ആരും ഇല്ലല്ലോ അധികം. സൂപ്പർ, അടിപൊളി. തൈ പൊങ്കല് പൊങ്കല് പാല് പൊങ്കല്. നമ്മൾ പാടിക്കഴിഞ്ഞാൽ കോപ്പറേറ്റ് വിഷയം വരില്ല. അതാണ് ഞാൻ പാടിയത്. ഏ തെയ്യ 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 തെയ്യത്ത ഏ തെയ്യ 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 തെയ്യത്ത. സൂപ്പർ ഏട്ടാ. നല്ല ഗോൾഡ് കളർ. ഗോൾഡാണ് അത്, ഗോൾഡ് ബ്രൗണിഷ് കളർ എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. പൊങ്കൽ ഇട്ടിട്ടുണ്ട്, ശർക്കര പൊങ്കൽ സൂപ്പറായിട്ട്. ഈ വർഷം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം നമുക്ക് പുറത്തിടാം. ഓക്കെ, ആവശ്യമൊന്നുമില്ല. ഹാപ്പി പൊങ്കൽ. തേങ്ങ ഒന്നും ഇടില്ല. സൂപ്പർ അല്ലേ? ഇത്രയാണ് കഴിഞ്ഞു. ഓക്കെ. കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. സ്വാമി ശരണയ്യപ്പ. ഗണപതി ഉണ്ട്. സൂര്യൻ അല്ലേ? ഈ പൊങ്കല് മെയിനായിട്ട് സൂര്യന് വേണ്ടിയിട്ടാണല്ലേ? നമ്മളെ ബൈക്കിന് നല്ലതിന് നല്ലപോലെ വണ്ടി ഓടണം, നല്ല മൈലേജ് കിട്ടണം. മൈലേജ് ഉണ്ടല്ലോ. എല്ലായിടവും സാമ്പ്രാണി കാണിക്കണം നല്ല പോലെ. അടുക്കളയും പൂജാമുറിയും ഉണ്ടോ? LPG ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കറക്റ്റാക്കി നിൽക്കണം. ഹാപ്പി പൊങ്കൽ. LPG വിത്ത് ഹാപ്പി പൊങ്കൽ എല്ലാവർക്കും. പായസം വെക്കട്ടല്ലേ? പായസം വെച്ചോളെ. സൂപ്പർ ആയിരിക്കും. കാണത്തന്നെ അൽവ പോലെയിരിക്കുന്നു. നെയ്യിൽ മിതക്കുന്ന പായസം. നല്ല ചൂട് സാമ്പാറുണ്ട്. നിറച്ച് കഷ്ണം ചേർത്തെടുക്കണം. കഷ്ണം നല്ലതാണ്. അപ്പോൾ ആദ്യം കഴിക്കേണ്ടത് പായസമാണ്. പായസം കഴിക്കാം. പാ, ചൂട് പായസം കേട്ടോ, കൈ പൊള്ളണം. അപ്പോൾ ആഹാ, പായസം അടിപൊളിട്ട, ഒരു രക്ഷയില്ല, സൂപ്പറായി. ചൂട് ഇഡലി, ചൂട് സാമ്പാർ. സംഭവം കുളപ്പ്. അപ്പോൾ ഇഡലി സാമ്പാർ കഴിച്ചിട്ട് ഈ പായസം കഴിച്ചിട്ട് നേരെ വാണിയെ കൊണ്ട് ജോലിക്കാക്കണം. ലീവൊന്നും ഇല്ല. എന്തോ കമ്പനി ലീവൊന്നും കൊടുക്കാത്ത കമ്പനി. ലീവ് കൊടുക്കണ്ടേ മകരപ്പൊങ്കലായിട്ട്? പക്ഷേ വേണ്ട പായസം. പായസം കഴിക്കാമോ? പായസം ഉണ്ട്, കൊള്ളാം, അടിപൊളി. സമയമായി. ലീവാണെങ്കിൽ സൂപ്പറായിരുന്നു. എൻ്റെ എവിടെയെങ്കിലും പോകാമായിരുന്നു. എന്ത് ചെയ്യാം, ലീവൊന്നും ഇല്ല അമ്മയ്ക്ക്. അമ്മയുടെ ഓഫീസിൽ വിളിച്ച് പറ, ലീവ് തരാൻ പറ. കൊള്ളാം, വൈശൂട്ടി അമ്മയ്ക്ക് ലീവ് ഇല്ലേ പൊങ്കാലിന്? കൊള്ളാമല്ലോ. ആഘോഷിക്കാനെന്നില്ല, ജോലി ചെയ്യാൻ വിളിക്കണം. അല്ല പകരപ്പൊങ്കൽ എല്ലായിടത്തും ലീവ്. കാലണ്ടർ കണ്ട, ഇന്ന് ലീവാണ് കൊടുക്കേണ്ടത്. ശരി, പോ. എല്ലാം ഓക്കെ ആയാലും പോരാ, സമയം ഇപ്പോൾ പോയി കറക്റ്റ് 10 മണിക്ക് എത്താൻ പറ്റും. ഇതായത് നമ്മളെ വ്ളോഗാ. ഒന്നല്ലെങ്കിൽ ഉപ്പും മുളകും, അല്ലെങ്കിൽ നമ്മളെ വ്ളോഗ്. ഓക്കെ, പോയിട്ട് ബൈ, സീ യു. പോയിട്ട് പോരാ. ഓക്കെ, അപ്പോൾ പോയിട്ട് ഇത്ര തന്നെ വേറെ ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് പൊങ്കലും കാര്യങ്ങളൊക്കെ. വാണിക്ക് ലീവ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിരുന്നു. അപ്പോൾ അവൾ ജോലിക്ക് പോയതുകൊണ്ട് ഇങ്ങനെ പൊങ്കൽ. അപ്പോൾ ടാറ്റ ബൈ, സീ യു. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫുള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. നൊട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. ബൈ, സീ യു. ടാറ്റ. പോയിട്ട്